അനുകൂലിക്കുന്നു എന്തായാലും. ഇത് ബാറ് കൂട്ടിയിട്ടുണ്ടോ നമുക്ക് കാര്യമില്ലേ? അപ്പം 10 മണിക്ക് അടയ്ക്കുന്ന ബാറാണെങ്കിലും 12 മണിക്ക് ബാറാണെങ്കിലും ഈ ബാറിൽ ആൾക്കാർ വന്ന് മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനത്തിന് മാറ്റമൊന്നും വരുന്നൊന്നുമില്ലല്ലോ. ചിലപ്പോ ഗവൺമെന്റ് ടാക്സ് കിട്ടുന്നോണ്ട് നല്ല കാര്യമായിരിക്കും, പക്ഷെ ഓരോ കുടുംബത്തിലെ കണ്ണീര് കൂടും. സാധാരണക്കാർക്ക് എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ടച്ചിങ്സുകാർക്ക് സമയം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, കേരള സർക്കാർ പുതിയൊരു തീരുമാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് കേരളത്തിലെ ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂടെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. നിലവിൽ രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ ആയിരുന്നുവെങ്കിൽ ഇനി അത് രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയാക്കി കൂട്ടാൻ പോവുകയാണ്. ഇതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം. ഇപ്പൊ സർക്കാർ പുതിയൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്, ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂറും കൂടെ കൂട്ടാണ്, അതായത് രാത്രി 12 മണി വരെ ആക്കാൻ പോവാണെന്ന്. അപ്പൊ സർക്കാരിന് ഈ ഒരു തീരുമാനത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും വരുന്നുണ്ടാവുക? സാധാരണക്കാരൻ ഇപ്പൊ 6 മണിക്ക് ജോലി കഴിഞ്ഞിട്ട് ഒരു 5-5:30 മണിക്ക് ജോലി കഴിഞ്ഞിട്ട് 6 മണിക്ക് വീട്ടിലെത്തേണ്ടവന് രാത്രി 2 മണി 3 മണി എല്ലാം ആവുമല്ലോ. വീട്ടുകാരും കഷ്ടപ്പെട്ട് കാത്തിരിക്കണ്ടേ 6 മിനിറ്റ്. അതെ, പിന്നെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പം വാഹന അപകടങ്ങൾ ഉണ്ടാവും. തെരുവിൽ നടക്കുന്നവർക്ക് സ്വസ്ഥമായിട്ട് നടക്കാൻ കഴിയില്ല. പിന്നെ പല പ്രശ്നങ്ങളുണ്ടായില്ലേ. അപ്പം ഇനി നിയമസഭാ ഇലക്ഷൻ വരികയാണ്. അപ്പൊ ആ സമയത്ത് സർക്കാരിന് ഒരു നല്ല രീതിയിലാണോ ബാധിക്കുക, അല്ലെ മോശം രീതിയിലാണോ? നല്ലൊരു വിധത്തിൽ ബാധിക്കും സർക്കാർ. അതെ അല്ലെ, ഇലക്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് എന്തായാലും അനുവദിക്കാൻ പാടില്ലാത്ത, കാരണം കണ്ടമാന വീട്ടമ്മമാര് ദുരിതത്തിലാവും. അതെ അതെ, ഒരുപാട് സ്ത്രീകൾക്ക് കുറെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടം പോലെ. അല്ലെങ്കിൽ ഇവിടെ സ്ത്രീകൾക്ക് പ്രശ്നങ്ങളാ. അതിന് മേലെ ഇത് കൂടി ആവുമ്പോ പറയണ്ടല്ലോ. ഇപ്പൊ സർക്കാർ പുതിയൊരു നിയമം തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതായത് ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂടെ എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ എന്താണ്, പ്രതികൂലിക്കുന്നോ അതോ അനുകൂലിക്കുകയാണോ ചെയ്യുന്നത്? അനുകൂലിക്കുന്നു എന്തായാലും. മറ്റേ ഇതിന് എതിരാണ്. അപ്പൊ സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം നഷ്ടം തന്നെയാണ് അല്ലെ? ഇപ്പം ഒരുപാട് വാഹന അപകടങ്ങളും കാര്യങ്ങളൊക്കെ റോഡിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതില് അധികവും വാർത്തകളിൽ വരുന്ന ഒരു കാര്യം മദ്യലഹരിയിൽ നിന്നുള്ള ഒരു കാര്യമായിരിക്കും ഫസ്റ്റ് കേൾക്കാം. അപ്പൊ ഈ ബാറുകളുടെ സമയം, പ്രവർത്തന സമയം കുറച്ചും കൂടെ കൂട്ടിയതിനെ കൊണ്ട് ഈ ചെറുപ്പക്കാരായ കുട്ടികൾക്കും ഈ വാഹന അപകടങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റമോ കാര്യങ്ങളോ എന്തെങ്കിലും വരാൻ പോകുന്നുണ്ടോ? മാറ്റമൊന്നും ഉണ്ടാവില്ല, അത് നഷ്ടങ്ങൾ ഉണ്ടാവുള്ളൂ, അപകടം കൂടുതലേ ഉള്ളൂ, കുറയൂല. അപ്പൊ ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അപ്പൊ ആ ഒരു അവസരത്തിൽ സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തിൽ സർക്കാരിനെ ഏത് രീതിയിൽ ബാധിക്കുന്ന വിചാരിക്കുന്നത്? നല്ല രീതിയിലായിരിക്കും അതോ ഇലക്ഷൻ വരുന്ന സമയത്ത്? നല്ല രീതിയിലായിരിക്കില്ല അല്ലെ? എന്തായാലും അവരെയും പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതൊരിക്കലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നുണ്ടോ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയതിനെ കൊണ്ട്? ഗുണം ചെയ്യുന്നില്ല. പിന്നെയും അതല്ലേ, ഒരുപാട് വർഷം മുന്നേ സർക്കാരിന് ഒരു ആഡ് ഉണ്ടായിരുന്നു, പരസ്യം ഉണ്ടായിരുന്നു, അതായത് ലഹരി മുക്ത കേരളം എന്ന് പറഞ്ഞിട്ട്, അതായത് ലഹരിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് ഇന്നസെന്റും പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ പരസ്യം ചെയ്ത ഒരു സർക്കാരാണ് ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ അവസാനം എത്തിയിട്ടുള്ളത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് അവര് ചെയ്തത് ഇപ്പൊ തെറ്റാണ്. അന്നേരം അങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ മാറ്റി പറഞ്ഞു. പുതിയൊരു ബ്രാൻഡും കൂടെ ഇറക്കിയിട്ടുണ്ട് സർക്കാർ. ഇപ്പൊ കേരള സർക്കാർ പുതിയൊരു തീരുമാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് കേരളത്തിലെ ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂടെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു തീരുമാനത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്കതില് കൂട്ടിയാലും കുറച്ചാലും ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു കാരണത്താൽ ഒരുപാട് ഫാമിലിയിലെ ഒരു അമ്മമാർക്ക് ബാധിക്കുന്നുണ്ട്. അപ്പം ചിലപ്പോ ഗവൺമെന്റ് ടാക്സ് കിട്ടുന്നോണ്ട് നല്ല കാര്യമായിരിക്കും, പക്ഷെ ഓരോ കുടുംബത്തിലെ കണ്ണീര് കൂടും. അതാണ്. അതെ അല്ലെ. അതേപോലെ ഇപ്പൊ റോഡിലെല്ലാം അപകടങ്ങളും കാര്യങ്ങളെല്ലാം മദ്യലഹരിയിൽ സംഭവിക്കുന്നുണ്ട്, നമ്മളെ സ്ഥിരം വാർത്തയിൽ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂടെ കൂട്ടുമ്പോ ആ ഒരു രീതിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? അതെ, സമയം കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോ അങ്ങനെ റോഡ് മേലെ ആള് കുറയും. എന്നാലും കൂടെ ആൾക്കാർ വീട്ടിലെത്താൻ എന്തായാലും കുറച്ചുകൂടി വൈകും. കാരണം വീട്ടുകാർക്കൊരു കാത്തിരിപ്പ് കൂട്ടുന്ന ഒരു പ്രശ്നമാണ് ഇത്. അതുകൊണ്ട് അത് അങ്ങനെ വേണമെന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു, വേണ്ടാന്ന്. അപ്പം ഇനി എന്താണ് തീരുമാനം എന്ന് ഞാൻ അറിയില്ല. അതിനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. സർക്കാരിന് ഈ ഒരു തീരുമാനം സർക്കാരിന്റെ ഇലക്ഷനിൽ നല്ല രീതിയിൽ ബാധിക്കും തോന്നുന്നുണ്ടോ? ചിലപ്പം ബാധിച്ചേക്കാം. കാരണം പിന്നെ എല്ലാവർക്കും സങ്കടം വരുമ്പോ പിന്നെ നമ്മൾ മതി എല്ലാം ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ള ആ ചിന്ത വരുമല്ലോ. അപ്പൊ പിന്നെ അതിന് വൈകിട്ടടിക്കുമായിരിക്കും. അതാണ്. നല്ലത് ചെയ്താലല്ലേ നമ്മൾ കൂടുതൽ ഇലക്ഷൻ ചെയ്ത് കൂടുതൽ നന്നാക്കാൻ നോക്കുക, ജയിപ്പിക്കാൻ നോക്കുക. മൊത്തത്തിൽ സർക്കാരിന്റെ ഈ ഒരു തീരുമാനം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആവശ്യങ്ങളൊന്നും ഇല്ല എന്നല്ല? ആവശ്യമൊന്നുമില്ല ശരിക്കും. ഇപ്പൊ കുറച്ചു കൊടുക്കുന്ന അതന്നെ ധാരാളമാണ്.
അതല്ല സമയം പരിധി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കൂട്ടിയിട്ടാകുമ്പോ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത, സ്ത്രീകൾക്ക് കുറച്ചും കൂടി ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത. കേരളത്തിലെ ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? അവർക്ക് ഏതെങ്കിലും തരത്തില് ഗുണമുള്ള കാര്യമാണോ ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂടി കൂട്ടിയാല്? അങ്ങനെ അതിന്റെ അകത്ത് ഗുണം എന്ന് പറയാൻ എന്താ, ഇപ്പൊ ബാറിൽ തന്നെ ഇരുന്ന് അടിക്കുന്നവർ ലേറ്റ് ആയിട്ട് പോകുന്നവർക്ക് അതൊരു ഗുണമായിരിക്കും. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അതിന്റെ അകത്ത് ഒരു ബെനിഫിറ്റും ഇല്ല. കൂട്ടിയാലും കുറച്ചാലും അതിന്റെ അകത്ത് ബെനിഫിറ്റ് ഒന്നും ഇല്ലെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതേപോലെ ഇപ്പം റോഡുകളിൽ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്തെല്ലാം പത്രത്തിൽ അധികം വരുന്നത് മദ്യലഹരിയിൽ നിന്നുള്ള ഒരു സാധനമായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമയം കൂട്ടിയതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപകടം ലേറ്റ് ആക്കാന്നല്ലാതെ അതിന്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നേരത്തെ എന്തായാലും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ആക്ച്വലി നിയമപരമായി തെറ്റാണ്, അത് ചെയ്യാനും പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ബാറിൽ പോയി മദ്യപിക്കണമെന്നുണ്ടെങ്കിൽ മദ്യപിക്കാത്ത ഒരാളെ കൂട്ടുകാരന്റെ ഡ്രൈവറായിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ വീട്ടിൽ പോകും. അല്ലാതെ മദ്യപിച്ചൊരിക്കലും വണ്ടി ഓടിക്കുകയോ ലേറ്റ് ആയിട്ട് മാറിയിരുന്നിട്ട് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചോണ്ടോ വീട്ടിൽ പോകാൻ പാടില്ല. അത് ഭയങ്കര തെറ്റാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി അത് പറ്റത്തില്ലാത്തവരാണെങ്കിൽ കള്ള് മേടിച്ച് വീട്ടിൽ വന്നിരുന്ന് അടിക്കുക, അല്ലാതെ മാറി പോയിരുന്ന് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയതിനെ കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, അതൊരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഫണ്ട് കണ്ടുപിടിക്കണമല്ലോ. അപ്പം ഫണ്ട് കണ്ടുപിടിക്കുന്നത് അതിന്റെ വഴികളുണ്ടാവും. തീർച്ചയായും. അപ്പം അതിനേക്കാൾ കൂടുതൽ സാധാരണക്കാർക്ക് എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ടച്ചിങ്സ് വെറുതെ സമയം വർത്താനം പറഞ്ഞിരിക്കാം. ഓപ്പൺ അപ്പ് ചെയ്യാന്നുള്ള ഒരു കണ്ടീഷനിലുള്ളവർക്ക് ലൈക്ക് അത് ഇഷ്ടമുള്ളവരും ഉണ്ട്, ഓപ്പൺ അപ്പ് ചെയ്യാത്തവരും ഉണ്ട്. അത് അടിക്കും ഓപ്പൺ അപ്പ് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ഉള്ളവരും ഉണ്ട്. ലൈക്ക് ആ ഫ്രണ്ട്ഷിപ്പിൽ ഒരു ഗ്യാങ് ആയിരിക്കുമല്ലോ ചിലപ്പോൾ ഉണ്ടാവുന്നത്. അപ്പം അതിന്റെ ഒരു കോർ സ്ട്രെങ്ത് ചിലപ്പോൾ കൂടിയേക്കാം. അങ്ങനെയാണ് സാധാരണക്കാർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ ഇപ്പോഴത്തെ കുറെ കുട്ടികൾ, പുതിയ തലമുറയിലെ ചെറിയ കുട്ടികൾ മദ്യത്തിന് മയക്കുമരുന്നൊക്കെ എഡിറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള ഒരു വാർത്ത വരുന്ന സമയത്ത് അവരേതെങ്കിലും തരത്തിൽ അതായത് അതിലേക്ക് അട്രാക്ട് ചെയ്ത് പോകും. അവൈലബിലിറ്റി കുറച്ചത് കൊണ്ട് ആക്ച്വലി എല്ലാവരും കൺട്രോൾഡ് ആകണം എന്നുള്ള തെറ്റിദ്ധാരണയല്ലേ. അപ്പം ഇപ്പൊ ഗോവയില് എല്ലാരും ബേസിക്കലി എല്ലാരും മദ്യപിക്കുന്നവരാണ്. അവർ 6 മണിയാകുമ്പോഴത്തേക്ക് വർക്ക് കഴിഞ്ഞിട്ട് അവർ ആ സമാധാനത്തിന് പീസ്ഫുൾ ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി വൈസ് ആണ് അവരിരുന്ന് മദ്യപിക്കുക, വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതും ഒരു ലോബിയിങ് അല്ലേ. കേസ് നേപ്പാളിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ നാട്ടിലാണല്ലോ ബെക്കോയും ബാറിലൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ളത്. പക്ഷെ നേപ്പാളിലൊക്കെ നമ്മുടെ ഇവിടെ ഈ പെട്ടിക്കട പോലെ എല്ലാ കടയിലും ആക്ച്വലി ഈ പറഞ്ഞ മദ്യം അവൈലബിൾ ആണ് എല്ലായിടത്തും. പക്ഷെ നമ്മൾ പോയിട്ട് അവിടെ ഒന്നും ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ആൾക്കാര് കള്ളു കുടിച്ച് നിരത്ത് കിടക്കുന്ന പോലെ, പാമ്പാവുന്ന പോലെ, അല്ലെങ്കിൽ വീട്ടുകാരെ എടുത്ത് ഉപദ്രവിക്കുന്ന പോലെ ഒന്നും കണ്ടിട്ടില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞു. കാരണം ഇതിന്റെ അവൈലബിലിറ്റി കൂടിയെന്നനുസരിച്ചോ സമയം കൂട്ടിയെന്നനുസരിച്ചോ അത് ഈ സൊസൈറ്റിയുടെ ഒരു സിവിക് സെൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ മദ്യം എന്ന് പറഞ്ഞൊരു സാധനം മറ്റൊരാളുടെ മെക്കിട്ട് കയറാനുള്ളൊരു ഉപാധി ആവല്. അതേപോലെ തന്നെ നമ്മൾ അത് ഉപയോഗിച്ച് കൺസ്യൂം ചെയ്തുകൊണ്ട് അത് വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും. അത് സൊസൈറ്റിയും അതിൻ്റെ അകത്ത് ഈക്വൽ ആയിട്ടുള്ള റോളുണ്ട്. സൊസൈറ്റിയെ ഹെഡ് ചെയ്യുന്നവർക്ക് അറിയത്തില്ല എങ്ങനെ നയിക്കണമെന്ന്. ഒരു പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ആ ഒരു ടൈം ഫ്രെയിമിനനുസരിച്ച് അവരുടെ മൂവിംഗ് പോയിന്റ്സ് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന സൊസൈറ്റിയെ ഹെഡ് ചെയ്യുന്ന, അല്ല കൾച്ചറിനെ ഹെഡ് ചെയ്യുന്ന, റിലീജിയനെ ഹെഡ് ചെയ്യുന്ന ബാക്കിയുള്ള എല്ലാവർക്കും ആക്ച്വലി ഒരു ബോധ്യത്തിൽ ചെയ്യുന്നവരായിട്ട് നമുക്ക് കുറച്ച് മിക്കവരും ഫീൽ ചെയ്തിട്ടില്ല. ലൈക്ക് താൽക്കാലികമായ ഒരു ബെനിഫിറ്റുകൾക്ക് അവർ ഇഷ്ടം പോലെ കളിക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വിഷയമായിട്ട് ഈ പറഞ്ഞ സമയം കൂട്ടിയതനുസരിച്ച് നമുക്കിപ്പോ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ മാറാൻ പോകുന്നില്ല. മേ ബി ഈ പറഞ്ഞ ടൂറിസം സെക്ടറിൽ ഹെൽപ്പ് ചെയ്യായിരിക്കും. കാരണം കുറച്ചുകൂടെ ലേറ്റ് നൈറ്റ് നമുക്ക് ഇരിക്കാൻ പറ്റും. അത് തിങ് ഈസ് ദാറ്റ് ഇവർക്ക് എക്കണോമി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 2 മണിക്കൂർ കൂടെ എക്സ്ട്രാ നമുക്ക് സമയം കൊടുക്കുമ്പോഴത്തേന് ബാസില് നമ്മൾ 2 പേരും കൂടെ കൂടുതൽ പറയായിരിക്കും. അതനുസരിച്ച് എക്കണോമി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് അങ്ങനെ ഒരു അജണ്ട ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇത് മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പം 10 മണിക്ക് അടയ്ക്കുന്ന ബാറാണെങ്കിലും 12 മണിക്ക് ബാറാണെങ്കിലും ഈ ബാറിലെ ആൾക്കാർ വന്ന് മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനത്തിന് മാറ്റമൊന്നും വരുന്നൊന്നുമില്ലല്ലോ. ഇപ്പം സർക്കാർ പുതിയൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂടെ എക്സ്ട്രാ കൂട്ടുകയാണെന്ന്. അപ്പൊ ആ ഒരു തീരുമാനം സാധാരണക്കാരായുള്ള ജനങ്ങൾ എത്രത്തോളം ബാധിക്കും? ഞങ്ങളെ പോലെ ഓട്ടോക്കാർക്ക് നമുക്ക് 2 മണിക്കൂർ കൂടുതൽ അതായത് കാത്തിരിക്കാലോ. നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ബാറിന് കഴിഞ്ഞാൽ ഓട്ടം കിട്ടും. ആ ഒരു പ്രതീക്ഷയായിട്ട് പിന്നെ കച്ചവടം
സർക്കാരിനും വരുമാനമായി. അതെ, അപ്പൊ നിങ്ങളെ പോലത്തെ ഒരു ഓട്ടോക്കാർക്ക് അതൊരു നല്ലൊരു തീരുമാനമാണെന്നല്ലേ പറയുന്നത്? അതെ. തീർച്ചയായും. ഇപ്പൊ സർക്കാർ ഒരു പുതിയൊരു തീരുമാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂടെ കൂട്ടുകയാണെന്നുള്ളത്. അപ്പൊ സർക്കാരിന്റെ ഈ ഒരു പുതിയ തീരുമാനത്തിൽ സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. 2 മണിക്കൂർ കൂട്ടിയെ കൊണ്ടുവന്ന വേറെ മറ്റുള്ളൊരു സ്ഥാപനവും കാര്യങ്ങളിലാണെങ്കിലും ഓക്കെ. ഇത് ബാറ് കൂട്ടിയിട്ടുണ്ടോ നമുക്ക് കാര്യമില്ലേ? ഓൾറെഡി തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളാണ്. ഇപ്പൊ കള്ളും കുടിച്ച് മായി അങ്ങോട്ടെല്ലാം പോകുമ്പോ ജനങ്ങളെ റോഡും മെനു ഇതാക്കിയിട്ട് തന്നെ ഇതാക്കാനും കഴിയില്ല. ആ സമയത്ത് 2 മണിക്കൂർ കൂട്ടിയാൽ കുറച്ചും കൂടി ഓവറാവും. പ്രശ്നങ്ങൾ കൂടാന്നല്ലാണ്ട് കുറയൂല. ഇപ്പൊ ഇലക്ഷൻ വരുന്ന സമയത്ത് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിനെ കൊണ്ട് സർക്കാരിന് അത് അനുകൂലമായിട്ട് ബാധിക്കും തോന്നുന്നുണ്ടോ? സർക്കാരിന് ശരിക്കും അനുകൂലമായിട്ട് ബാധിക്കൂല, എതിരായിട്ടാണ് ബാധിക്കുന്നത്. ഇപ്പൊ ഓൾറെഡി സർക്കാർ എപ്പോഴും പറയാം ലഹരിക്ക് എതിരാണ്, ലഹരി മുക്ത കേരളം എന്നാ പറയുന്നത്. അങ്ങനെയുള്ള സർക്കാർ തന്നെയാണ് ഇപ്പൊ 2 മണിക്കൂറും കൂടെ പ്രവർത്തന സമയം കൂട്ടാണെന്ന് പറയുന്നത്. അപ്പൊ അതിനൊന്നും ഈ 2 മണിക്കൂർ കൂടുതലും ബാറ് കൂട്ടിയാലെ കൊണ്ട് ജനങ്ങൾക്കെന്താ കാര്യം? ഒരു കാര്യമില്ലല്ലോ. ഇങ്ങനെ അങ്ങ് പോകുന്നതല്ലാണ്ട് അതിനെ കൊണ്ടും ഗവൺമെന്റിനും കാര്യമില്ല. ഗവൺമെന്റ് പിന്നെ കൂടുതലും ഈ വസലത്തിലാക്കുന്നത് കേട്ടോ, അതാണ് അതിന്റെ കണക്ക്.